ദൈവകൃപേ അരുളാമേ ഈ ഭൂമിയിലെ യാത്രയേ ദൈവകൃപേ അരുളാ ഉയരും താഴ്വരയിൽ എന്റെ പാദങ്ങളിടവിടാതെ ഉയരും താഴ്വരയിൽ എന്റെ പാദങ്ങളിടവിടാതെ അത്തിത്തുടിന്തവരാ ധ്യാനം ചെയ്യുവാനേ വരുവേ അത്തിത്തുടിന്തവരാ ധ്യാനം ചെയ്യുവാനേ വരുവേ കൃപയരുളാമേൻ കൃപയരുളാ അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയാമേൻ ദൈവകൃപയരുള ഈ ഭൂമിയിലെ യാത്രയേ ദൈവകൃപയരുള ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കേ ആമേൻ ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കേ സ്നേഹത്തിനാഴമേ ഞാനും നീർവാൻ സ്നേഹത്തിനാഴമേ ഞാനും തീർന്നിടുവാൻ കൃപയരുളാമേൻ കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയേ ദൈവ കൃപയരുളാമേൻ ഈ ഭൂമിയിലെ യാത്രയേ ദൈവ കൃപയരുള ലോകത്തെ മറന്നിടുക എല്ലാം ചെയ്താമെന്നിടുക ലോകത്തെ മറന്നിടുക എല്ലാം ചെയ്താമെന്നിടുക ലോകത്തെ ജയിച്ചവരെ ഭയം ഞാൻ തേടിയിരുന്നു ആമേ ലോകത്തെ ജയിച്ചവരെ ഭയം ഞാൻ തേടിയിരുന്നു കൃപയരുളാമേൻ കൃപയരുള അളവെന്നെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയേ ദൈവ കൃപയരുളാമേൻ ഈ ഭൂമിയിലെ യാത്രയേ ദൈവ കൃപയരുള ഈ ഭൂമിയിലെ യാത്രയേ ദൈവ കൃപയരുള. മരുഭൂമിയിൽ പൊഴിഞ്ഞ മന്ന ക്രിസ്തുവിന് നിഴലാണ് നമ്മൾ ചിന്തിച്ചു ഇന്നലെ രാത്രിയിൽ. ആമേൻ. ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആമേൻ സ്തോത്രം അതിരാവിലെ പെറുക്കണം. അതിരാവിലെ പെറുക്കണം. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇന്ന് രാത്രി വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ ഒരാൾ ശബ്ദമായി അത് വായിച്ചാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണ് കിടന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, രാത്രിയിലും അർദ്ധരാത്രിയിലും പ്രഭാതത്തിലും വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നമ്മുടെ നടുവിലുണ്ട് എന്ന് വിശുദ്ധന്മാർ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഈ മന്ന എന്ന വിഷയം പൂർവപിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അതിശക്തമായി വിളിച്ചു പറയപ്പെട്ട ഒരു വിഷയമാണ് ഈ മന്ന.
ഇത് കാണാൻ വളരെ ചെറുതാണ്, പക്ഷെ ഇത് ഭക്ഷിക്കുമ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചതുപോലെ 16:31 ഇങ്ങനെ വായിച്ചതുപോലെ അത് തേനോട് കൂടിയ ദോശയോട് തുല്യമായി അവർ ഭക്ഷിച്ചു. അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് പറയുന്നു അത് എണ്ണ ചേർത്ത ദോശയ്ക്ക് തുല്യം. അത്ര ടേസ്റ്റ് ഉള്ളതാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തത്. ശ്രദ്ധിക്കണം, ദൈവം കൊടുക്കുന്നതെല്ലാം ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ദൈവം കൊടുക്കുന്നതെല്ലാം ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ് ദൈവം കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ കൊടുക്കുമ്പോൾ പരിമിതിയുണ്ട്, പക്ഷെ ദൈവം കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിമിതിയില്ല. സ്തോത്രം. ആർക്കും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല, അതിനെ വില കൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ദൈവം കൊടുക്കുന്ന സാധനത്തെക്കുറിച്ചുള്ള ആമേൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ശ്രദ്ധിക്കൂ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കേണ്ടതായുണ്ട്. പല ഘട്ടത്തിലായിട്ട് അല്ലെങ്കിൽ പല നിലയിൽ വ്യത്യസ്തമായ തലത്തിൽ കൂടെ ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ നിഴലെന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ ശരീരമാകുന്ന ആമേൻ മാംസത്തെയും രക്തത്തെയും എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്തൃമേശയ്ക്കൂടെ ചേർത്ത് തന്നെ അതിനെ കോർത്തിണക്കിയിട്ടുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യവും ആമേൻ 36-ാമത്തെ വാക്യവും 58-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ മന്ന എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നിഴലാണ് എന്ന് പറയുന്ന വാക്ക് നമുക്കവിടെ കാണാൻ കഴിയും. വായിച്ചാട്ടെ ഒരാള്. ആമേൻ. വേഗത്തിൽ 6:33. പെട്ടെന്ന് വായിച്ചേ നിന്റെ ലിറ്റി പെട്ടെന്ന് നോക്കി. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, അടുത്ത് മറിച്ചോളരുത്. അതിന്റെ 36-ഉം 58-ഉം വായിക്കണം. ഇത് ദൈവത്തിന്റെ മാംസമാണ്. ഇതെവിടെ നിന്ന് ഇറങ്ങി വന്നത്? സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ട് തിരുമേശ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതെല്ലാവർക്കും എടുക്കേണ്ട സാധനമല്ല. ഇത് വളരെ സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും ആമേൻ ദൈവത്തോട് നിലവിളിച്ചും ആത്മതപനം ചെയ്തും ആമേൻ ദൈവവും നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ എടുക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവരണം. ഈ കർത്തൃമേശയ്ക്ക് മുൻപേ ഞാനും ദൈവവുമായി എത്രത്തോളം സംസാരിച്ചു, എത്രത്തോളം ഞാനും ദൈവവുമായി ആമേൻ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, ഞാൻ പ്രാഗൽഭ്യമുള്ളവനായി തീർന്നു, ഞാൻ അതിന് പൂർണ്ണ പ്രാഗൽഭ്യമാണ് എന്ന് പറഞ്ഞിട്ട് തിരുമേശയുടെ മുൻപിൽ, നമ്മുടെ മുൻപിലേക്ക് തിരുമേശ വരും മുൻപേ എണീറ്റുന്നൊരു വാക്ക് പറയാറുണ്ട്. വെറും വാക്കാകരുത്. എന്താ വാക്ക്? ഞാൻ മനുഷ്യരോടും അടുത്ത് ദൈവത്തോടും അടുത്ത് കുറ്റമറ്റ മനസ്സാക്ഷിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, 1 മനുഷ്യനോട്, 2 ദൈവത്തോട്, ആമേൻ, 3 കുറ്റമറ്റ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ മേശയോട് അല്ലെങ്കിൽ ഈ മാംസമാകുന്ന ക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്ന ഈ പഴയ നിയമത്തിലെ മന്ന പുറപ്പാട് പുസ്തകം കൊണ്ട് ഒതുങ്ങുന്നില്ല. ശ്രദ്ധിക്കണം, ഇത് വെളിപ്പാട് പുസ്തകം വരെ പോയിരിക്കുക. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇത് ക്രിസ്തുവിന് തൊട്ട് മുൻപുള്ള നിഴലാണ്. ഇതാരും മറന്നു പോകരുത്. ഇതൊരു തമാശ കളിയായിട്ടോ കുട്ടിക്കളിയായിട്ടോ അല്ലെങ്കിൽ ഞാൻ എടുത്തില്ല എന്ന് വച്ച് വ്യക്തികൾ എന്ത് ചിന്തിക്കും, സഭാ ശുശ്രൂഷകൻ എന്ത് ചിന്തിക്കും, ഞാൻ പിന്മാറിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ ഇതില് പ്രാഗൽഭ്യമില്ലാത്തവനെന്ന് സഭ പറയുമോ, ഞാൻ ഒരു സെക്രട്ടറി ആണല്ലോ, ഞാൻ ഒരു ട്രഷറർ ആണല്ലോ, ഞാൻ ഒരു ബിഷപ്പാണല്ലോ, ഞാന് ഒരു പ്രസ്ബിറ്റർ ആണല്ലോ എന്നൊന്നും ഇതിന് സ്ഥാനമില്ല. ഇതിന്
പ്രസ്ബിറ്ററിക്കും ബിഷപ്പിനും പോപ്പിനും സെക്രട്ടറിക്കും ട്രഷററും ഇതെല്ലാം ഈ ഭൂമിയില് മനുഷ്യൻ കണ്ടുപിടിച്ച നേതൃസ്ഥാനങ്ങളാ. മറന്നു പോകരുത്. അവിടെയൊന്നും നമ്മൾ പാളിപ്പോകരുത്. ഈ സത്യവേദ പുസ്തകത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന നിർമ്മലമായ ഈ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, വിറയലോടെ ദൈവസ്ഥലിൽ കടന്നു വരണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ വായിക്കാം. അതിന്റെ 35-6 വാക്യം ഒന്ന് വായിച്ചു. 36 വാക്യം. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വിശ്വസിച്ചില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് വായിച്ചേ, വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പ്രൈസ് ദി ലോർഡ്. വായിക്കേ, 36 വാക്യം വളരെ വ്യക്തമായിട്ട് അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പല വ്യക്തികളും ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, ചർച്ചകൾ വരെ നടക്കാറുണ്ട് തിരുമേശയെ പറ്റി. എന്തെന്ന് പറഞ്ഞാൽ പ്രാണകാന്തന്റെ വരവ് വാതുക്കലായിട്ടുണ്ട് കേട്ടോ. പഠനങ്ങൾ അതിന്റെ മൂർത്തിന്യ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. അതിന്റെ 58 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ വളരെ വ്യക്തമായി കുറച്ചുകൂടെ ആഴത്തിലേക്ക് 58 വാക്യം ഒന്ന് വായിച്ചേ. 58. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. കണ്ടോ, പിതാക്കന്മാർ മന്ന തിന്ന് പലരും മരിച്ചുപോയി. വ്യവസ്ഥയില്ലാതെ മന്ന പറക്കി തിന്നില്ലേ? അവര് പലതും മരുഭൂമിയിൽ പട്ടുപോയി. പിതാക്കന്മാർ തിന്നുകയും അവർ മരിക്കുകയും ചെയ്തതുപോലെ അല്ല ഇത്. ഇത് ക്രിസ്തുവിന്റെ നിഴലാണ്. നിഴലായ ക്രിസ്തുവിനോട് സംസാരിപ്പാൻ ഞാനും നീയും തയ്യാറാകണം. അല്ലാതെ തിരുമേശയും മുമ്പിൽ വരുമ്പോ മുഴങ്കാലിൽ നിന്ന് കൈയും കൂപ്പി ആമേൻ ഈ വെറുതെ എടുത്തിട്ട് പോകുന്നത് പോലെ ആകരുത്. ഇതിന് പല ക്വാളിറ്റികളല്ല ഇതുള്ളത്. ഇത് ജീവന്റെ അപ്പമാണ്. സ്തോത്രം. തിരുമേശ കഴിയുമ്പോൾ ഞാൻ ഒത്തിരി വ്യക്തികൾ കണ്ടുണ്ട്. തിരുമേശ എടുത്തിട്ട് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഫോൺ വരും. വയറുവേദന, ഛർദില്, നെഞ്ചിനകത്തൊരു മുഴക്കം, പ്രൈസലോ പുളിച്ചത് കിട്ട് തിരുമേശ എടുത്തിട്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. കൊരിന്ത്യർ ലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, വ്യവസ്ഥയില്ലാതെ ഇതെടുത്തു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും. ഇല്ലേ? ഇല്ലേ കർത്തദാസനെ? ഇല്ലേ കർത്തദാസി? ശരിയല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 12 അധ്യായമല്ലേ പഠിച്ചു അല്ലേ? ഇത് എടുക്കുന്നവർ ഭയങ്കരമായിട്ട് ഭയപ്പെടേണ്ടതായുണ്ട്. ഓക്കെ, ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തത് പോലെ. സ്തോത്രം. പിതാക്കന്മാർ പിന്നെ തിന്നുകയും മരിക്കുകയും ചെയ്തത് പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ തിരുമേശ എടുത്ത് ശപിക്കപ്പെടരുത്. തിരുമേശ എടുത്ത് ആമേൻ പിന്മാറിപ്പോകരുത്. തിരുമേശ എടുത്ത് നട്ടം ആമേൻ വരുത്തി വയ്ക്കരുത്. ഇത് തിന്നവർ പലരും ആമേൻ നിത്യം നാശത്തിനായി പോയി. തിന്നവരിൽ പലരും നിത്യജീവനിലേക്ക് പോയി. ഹല്ലേലൂയ. ആമേൻ. നോക്കിക്കേ, 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോ അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോ നോക്കിയ 11-ാമത്തെ അധ്യായം 11-23 വായിച്ചേ. അവിടെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി ആമേൻ നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം
എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാരുടെ ഓർമ്മയ്ക്കായി? ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി മരുഭൂമിയിൽ പാളയമിറങ്ങിയ ജനത്തിന് രാത്രിയിലും പകലിലും ആമേൻ മന്ന മഞ്ഞിൽ പൊതിഞ്ഞു കൊടുത്തു. അപ്പൊ ഈ സാധനം ഇവർ കണ്ടപ്പോ കൊത്തം പാലരി പോലെ വെളുത്തതും കാണാൻ വളരെ ചെറിയ സാധനവും പറയാൻ ഒത്തിരി വാക്കുകളും ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് താഴോട്ട് വായിച്ചു വരുമ്പോ 29-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാർ പലരും വ്യാഖ്യാനിക്കാതെ, ശരീരത്തെ വിവേചിക്കാതെ കിട്ടിയത് പലതും വാരി അടിച്ചു. മരുഭൂമിക്കകത്ത് തിരുമേശ കഴിഞ്ഞാലേ, ഈ തിരുമേശ കഴിഞ്ഞ് ഇതിനകത്തുള്ള ബാക്കി ബാലൻസ് സാധനം കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ അമ്മമാർക്കോ കൊടുക്കരുത്. ഇത് ജീവനുള്ള സാധനമാണ്. ഇതിന്റെ യേശു അപ്പച്ചന്റെ ആമേൻ സ്തോത്രം മാംസമാണ്, രക്തമാണ്. സ്തോത്രം. ഓക്കെ, അവിടെ 30-ാം വാക്യം പറയുന്നു, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനതും രോഗികളുമാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മരണം വരെ സംഭവിച്ചു എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട തിരുവെഴുത്ത്. ഹല്ലേലൂയ. ഓക്കേ, അടുത്ത് പറയുന്നത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ആമേൻ. നിങ്ങളത് മൊത്തം നിങ്ങൾ വായിക്കണേ കേട്ടോ. നിങ്ങൾ ഈ അധ്യായം നിങ്ങൾ 11-ാം അധ്യായം, 1 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങൾ പഠിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം പഠിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം പഠിക്കണം. 1 കൊരിന്ത്യർ ലേഖനം ആമേൻ സ്തോത്രം 8-ാം അധ്യായം പഠിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആമേൻ സ്തോത്രം 12-ാമത്തെ അധ്യായങ്ങൾ മറന്നു പോകരുത്. അതിനകത്ത് വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ആമേ തൻ്റെ ഭക്തനായിരിക്കുന്ന ആമേ പൗലോസിൽ കൂടെ ഇടപെടുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. ആമേൻ. നമുക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായം 34-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുമ്പോൾ, ഒരാൾ പുറപ്പാട് പുസ്തകം ആമേൻ 40-34 വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരാള് 15-ാമത്തെ അധ്യായത്തിന്റെ 25 വായിക്കണം. അടുത്ത ഒരാള് 13-ാമത്തെ അധ്യായത്തിന്റെ 21 വായിക്കണം. അടുത്ത ഒരാള് 14-ന്റെ 24. പ്ലീസ്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ചാട്ടെ. 40-ന്റെ വായിച്ചു. അപ്പോൾ വേഗം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. ഓക്കെ, ഈ പുസ്തകം പൊയ്ക്കൊണ്ടിരിക്കുന്ന കണക്റ്റിംഗ് ഉണ്ടോ? സമാഗമന കൂടാരത്തിലേക്ക് വന്നു. നിങ്ങൾ മറന്നു പോകരുത്. ഈ സമാഗമന കൂടാരം നിങ്ങൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പേജ് പഠിച്ചു. വരുന്ന അടുത്ത വർഷം 3-ാമത്തെ വർഷം സമാഗമന കൂടാരം നിങ്ങളെ പഠിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതായത് 2-ാമത്തെ വർഷം, മറ്റ് ബാച്ചിൽ 3-ാമത്തെ വർഷം സമാഗമന കൂടാരം. കൂടാരത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇതിനകത്ത് 3 ഘട്ടമുണ്ട്. 1 പ്രാകാരം, 2 വിശുദ്ധമായ സ്ഥലം, 3 അതിപരിശുദ്ധമായ സ്ഥലം. ഇതിന് തൂണുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 120 തൂണുകളുണ്ട്. 120 തൂണുകളും 120 ചുവടുകളും. പ്രൈസ് ദി ലോർഡ്. നൂലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ, നൂലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ എണ്ണം വരെയുണ്ട് ഓരോ നൂലിനും കേട്ടോ. ആമേൻ. അത് പറഞ്ഞാൽ ഇപ്പോൾ തീരത്തില്ല. ഓരോ തിരശ്ശീലയെ കുറിച്ച് പഠിക്കുമ്പോൾ
ആമേൻ. സകലത്തെയും നിർമ്മിച്ച ദൈവം അന്താഴം, കൊളുത്ത്, ഓടാമ്പലുകൾ, ആമേൻ, സകലത്തെയും ആമേൻ കെട്ടി ഉറപ്പിച്ച് ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ മറവിലിരിക്കുന്ന സമാഗമന കൂടാരത്തിനകത്ത് ക്രിസ്തുവിന്റെ നിഴലായ പൊരുള് അവിടെ വെളിപ്പെടുകയാ യഹോവയായ ദൈവം. സ്തോത്രം. മാറരുത്, മാറിപ്പോകരുത്, ലൈൻ വിട്ടുപോകരുത്, ട്രാക്ക് മാറിപ്പോകരുത്. വൺ വേയില് നിനക്ക് സഞ്ചരിക്കേണ്ട ട്രാക്കിൽ കൂടെ നീ സഞ്ചരിച്ചാൽ അപകടം കൂടാതെ അടുത്ത ട്രാക്കിൽ പോയി എത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവജനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്കുകൾ വളരെ ബുദ്ധിമുട്ടുള്ള ട്രാക്കുകളിൽ കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നോയിക്കേ, ആമേൻ. അടുത്ത് നമ്മൾ ആമേൻ വായിക്കാൻ പോകുന്ന അടുത്ത അധ്യായം പറഞ്ഞ വാക്യം വായിച്ച്, അടുത്ത അധ്യായം വായിച്ച് 15:25. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. കണ്ടോ, ഇന്നലെ നമ്മൾ പഠിച്ചു. മാറയുടെ അടുത്ത് വന്നപ്പോൾ മധുരമാക്കി ദൈവം. മാറയെ മധുരമാക്കുന്ന, മാറയുടെ അടുത്തേക്ക് ജനത്തെ കൊണ്ടുവന്ന ദൈവം അവരെ മാറ്റി നിർത്തില്ല. കേട്ടോ, അവരെ സങ്കടങ്ങളിൽ ദൈവം കൂടെ ഇരുന്ന്. കേട്ടോ, എന്തുകൊണ്ട് അവരെ സങ്കടങ്ങളിൽ കർത്താവ് കൂടെ ഇരുന്നത്? ദൈവത്തിന് അവരെക്കുറിച്ച് ഒത്തിരി പ്ലാനും പദ്ധതികളും ഉണ്ടായിരുന്നു. ദൈവവൈതലേ, എന്നും നിനക്ക് മാറയല്ല, എന്നും നിനക്ക് കയ്പിന്റെ അനുഭവമല്ല, എന്നും സങ്കടമല്ല, എന്നും നിനക്ക് വേദനയല്ല, എന്നും നിനക്ക് ദുഷിയല്ല, എന്നും നിന്നെ മാറ്റി നിർത്തത്തില്ല, എന്നും നീ പട്ടിണി കിടക്കത്തില്ല, എന്നും നിനക്ക് ഭാരമല്ല, എന്നും നീ കടക്കണിയിൽ മുങ്ങത്തില്ല, നീ തോറ്റുപോകത്തില്ല. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു തൂവൽ കൊഴിഞ്ഞാലും ഒരു പക്ഷിയും പറക്കാതിരിക്കുന്നില്ല. ഇന്ന് രാത്രി ആമേൻ നിനക്കൊരു തൂവലെന്ന ആമേൻ ഹല്ലേലൂയ ഒരു വാഴ്ത്തത്തം കൊഴിഞ്ഞു പോയാലും നീ പറക്കാതെ മാറിയിരുന്നാൽ ആമേൻ സ്തോത്രം, നിന്നെ ഒരിക്കലും നിന്റെ സ്വപ്നം നിന്നെ ഉറക്കത്തില്ല. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം, നമ്മളെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നങ്ങൾ, അതേ വിജയത്തിലേക്ക് എത്തൂ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? അപ്പൊ പിന്നെ ഉൽപ്പത്തിയിലേക്ക് വരേണ്ടി വരും. ഉറക്കം കെടുത്തുന്ന സ്വപ്നം ആരും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉറക്കം കെടുത്തുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉറക്കം കെടുത്തുന്ന സ്വപ്നം? ആഹാ, അതെന്താ പാസ്റ്റർ അങ്ങനെ? ഒരാളുണ്ട് വേദപുസ്തകത്തിനകത്ത്, നല്ല 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ, രക്തത്തിളപ്പുള്ള, എന്തിനും ഏതിനും തയ്യാറുള്ള, ഉഷിരുള്ള, ഏതിനും റെഡി. അവന്റെ പേരാണ് യോസേപ്പ്. അവൻ സ്വപ്നം കണ്ടു. എന്താ? കറ്റകൾ 11 എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. ഉറക്കം പോയി, അവന്റെ ഉറക്കം പോയി. ഇന്ന് രാത്രി നിന്റെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിന്റെ ദർശനങ്ങളും സ്വപ്നങ്ങളും. അതേ നിന്നെ വിജയത്തിലേക്ക് എത്തിക്കത്തുള്ളൂ. ഉറക്കം കാണിക്കുന്ന സ്വപ്നമൊന്നും യാഥാർത്ഥ്യമല്ല, ഉറക്കം കെടുത്തുന്ന സ്വപ്നമായിരിക്കണം നീ കാണേണ്ടത്. എങ്കിൽ മാത്രമേ സകലത്തിന്റെ മേലുള്ള അധികാരം നിനക്ക് പ്രാപിക്കാൻ കഴിയൂ. ദൈവപൈതലേ, നിങ്ങൾ ശ്രേഷ്ഠ അഭിഷക്തന്മാരാ, നിങ്ങൾ അഭിഷക്തമാരാ. നിങ്ങൾക്ക് ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ട്, ഒരു ദർശനം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവം ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ നിൽക്കണം. അതിന് വേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ പാസ്റ്റർ ദൂത് പറഞ്ഞു ഉറങ്ങാം, 10 ദിവസം ഉണ്ടല്ലോ, ഉറങ്ങാം, പോരാ. ഉറക്കം കെടുത്തുന്ന സ്വപ്നം. ഞാൻ പലപ്പോഴും എൻ്റെ ഉറക്കം കെടാറുണ്ട്. കാരണം എനിക്കൊരു ഒരു വാഴ്ത്തത്തം പറഞ്ഞാൽ അത് പ്രാപിക്കുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അടുത്തൊരു ദർശനം ദൈവം തന്നിരിക്കുക. അതിനു വേണ്ടിയുള്ള പരക്കം വാച്ചില്ല ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കം രാത്രി കൊടുക്കരുത് കേട്ടോ. നിനക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ,
നിനക്കൊരു വാഴ്ത്തത്വമുണ്ടെങ്കിൽ ഉറക്കം കൊടുക്കരുത്. നിന്റെ സ്വപ്നങ്ങളെല്ലാം ഉറക്കം കെടുത്തുന്നതായിരിക്കണം. ആമേ, 10 രൂപയെ കയ്യിലുള്ളൂ, കണ്ട സ്വപ്നം 10 കോടിക്കുള്ളതായിരിക്കണം. സ്വതന്ത്രം പറ. പോക്കറ്റ് കാലിയാ, പക്ഷെ കണ്ട സ്വപ്നം 10 കോടിയാ. ഉറങ്ങൂ. ഒരു അഭിഷേകം ദൂത് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാം, നിന്നെ ഇന്നെടുത്ത് അയക്കാം. കിടപ്പുണ്ട്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയില. സ്വപ്നം കാണണം, അത് യഥാർത്ഥത്തിൽ കൊണ്ടുവരണം, യാഥാർത്ഥ്യമാക്കണം. അതിൻ്റെതായ നിലയിൽ കടന്നു വരാൻ കഴിയുമെങ്കിൽ ഒരു പക്ഷിയും ഒരിക്കലും ഒരു തൂവൽ കൊഴിഞ്ഞ് മരച്ചില്ലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായി ചരിത്രത്തിൽ പറയുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൂതിലേക്ക് ഞാൻ വരാം. നിന്റെ സ്വപ്നങ്ങൾ യഥാർത്ഥമാകണമെങ്കിൽ നീയും ദൈവമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. സ്തോത്രം. അത് ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ചില സ്വപ്നങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. ശമനപരകതൊരു വൈഡകരാജകൽക്കനാദി. അവരുടെ സ്വപ്നം എന്തെന്നറിയാമോ? എന്താ സ്വപ്നമായിരുന്നത്? ഞാൻ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാന്നുള്ള ദേശത്ത് നിങ്ങൾ കാൽ ചവിട്ടും. പക്ഷെ ഇതിനകത്തൊരു വടംവലി ഉണ്ട് കേട്ടോ. നീ ചവിട്ടില്ല എന്നൊരു ഗ്രൂപ്പ് വാദിക്കുമ്പോൾ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂത് പറയുന്നു. ആ ദൂത് നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഒരു അഭിഷേകത്തിൽ നിന്റെ വീട്ടിൽ മുട്ടുമടക്കിയാൽ, ആമെ പ്രാർത്ഥിച്ച് ആലോചന പറഞ്ഞാൽ അതിൽ നീ ഉറങ്ങരുത്, അത് നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ശമനാരകൽക്കന വൈഡപരാജകൽക്കനാദി അന്തൽക്കമനപരകതുനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ്, ഹാലലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവാത്മാവ് ചില കുടുംബത്തെ കൊണ്ടുവരാൻ പോകുക. ഹാലലൂയ, ഹാലലൂയ. ഉടബൽക്കമനപരകതുനി. യേശുവിന്റെ നാമത്തിൽ ചില സ്വപ്നങ്ങൾ യഥാർത്ഥമാകട്ടെ, യഥാർത്ഥമാകട്ടെ. ചില സ്വപ്നങ്ങൾ ഇന്ന് രാത്രി അത് സാക്ഷാത്കാരത്തിലേക്ക് കടന്നു വരട്ടെ. നിന്റെ സ്വപ്നം, നിന്റെ ദർശനം, നീ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നത് സ്വപ്നം കണ്ടു, ഒരു ദൈവദാസൻ പറഞ്ഞു, ആലോചന പറഞ്ഞു, അങ്ങനെയെങ്കിൽ സംഭവിക്കണം. ഹല്ലേലൂയ. ഇന്ന രാജ്യത്ത് നീ പോകുന്നതായിട്ട് നീ വെളിപ്പാട് കണ്ടു, അത് സംഭവിക്കണം, സംഭവിക്കണം, സംഭവിക്കണം. അത് ഇന്ന് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ വെളിപ്പാടുകൾ ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ, അത് നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കട്ടെ. അത് നിങ്ങൾ സാക്ഷാത്കാരത്തിലേക്ക് അതൊന്ന് രാത്രി കൊണ്ടുവരുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവം നിന്നോട് സംസാരിക്കുന്ന രാത്രിയിലേക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം നിന്നെ കൊണ്ടുവരുമെന്ന്. ആമേൻ. ദൈവത്തിന് ഇന്ന് രാത്രി നിന്നോട് പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് എന്താ അങ്ങനെ പറയാനുള്ള കാര്യം? എന്താ? പ്രൈസ് ദി ലോർഡ്. വായിക്കാം 23:25. ആമേൻ. വായിച്ച് 23:25. ശമനപരകതുനി. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, കന്നിമൂലയിൽ കല്ലിടാൻ പാടില്ല. എന്നാൽ പുരാണങ്ങൾ പറയുന്നു, വാസ്തു പറയുന്നു, കന്നിമൂലയിൽ കക്കൂസ് വച്ചാൽ ക്യാൻസർ വരുമെന്ന്. എന്തൊരു പഠിത്തം അല്ലേ! ഹാഹാ, സുന്ദര പഠിത്തം. ഞാൻ പ്രഖ്യാപിക്കുന്നു, ക്യാൻസർ സെന്ററിൽ പോയി ചോദിക്കണം, നിങ്ങൾ പുതിയ വീട് വെച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ വെച്ച കക്കൂസ് ഇരിക്കുന്നത് കന്നിമൂലയിലാണോ? അതുകൊണ്ടാണ് ക്യാൻസർ വന്നത്. മണ്ടം പഠിത്തങ്ങൾ. എൻ്റെ പൊന്നെ, എൻ്റെ കർത്താവ് പറയുന്ന ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ആമേൻ. കന്നിമൂല ഇരിക്കുന്ന പിശാചിന് കൊണ്ടൊന്ന് കല്ലിടാതെ, ആമേൻ, വരിക്കപ്ലാവിന്റെ കിഴക്കോട്ടുള്ള കൊമ്പിനെ വെട്ടി കറയോടെ കൊണ്ട് കുറ്റിയടിക്കാതെ, നമ്മൾ ആരാ മക്കൾ? പറ, നമ്മൾ ആരുടെ മക്കളാ? പറയാൻ പേടിയുണ്ടോ? നമ്മുടെ കർത്താവിന്റെ അപ്പന് ഏത് ജാതിയായിരുന്നു? എന്താ പണി? അപ്പന്റെ പണി എന്താ? ആശാരി അല്ലേ? ആശാരിയുടെ മകൻ ആരാ? ക്രിസ്തു.
അല്ലേ? അപ്പൊ നമ്മളാരാ? മക്കളല്ലേ? അപ്പൊ നമ്മളാരാണ്? ആശാരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറ്റിയടിക്കും. ഒരാശാരിയെ പോലും വീട്ടിനകത്ത് കയറ്റി പോരുത് കുറ്റിയടിക്കാൻ. സ്തോത്രം. വീട് വയ്ക്കാൻ അവൻ വന്ന് കുറ്റിയടിച്ചാലേ വീട് വരൂ. അവൻ വന്ന് കുറ്റിയടിച്ചാലേ കിണറിൽ വെള്ളം ഉണ്ടാകൂ. ആമേൻ. അവൻ വന്ന് കുറ്റിയടിച്ചാലേ കക്കൂസ് വയ്ക്കാൻ പറ്റൂ. അവൻ വന്ന് കുറ്റിയടിച്ചാലേ ബെഡ്റൂം വരുള്ളൂ. ആ പഴഞ്ചൊല്ലിനെ മാറ്റി ഈ കാലഘട്ടങ്ങളിൽ വേദോസ്തിലേക്ക് വാ, പരിശുദ്ധാത്മാവിലേക്ക് വാ. ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന, ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരാക്കിയ, ഈ കാലഘട്ടങ്ങളിലെ പ്രവാചകിമാരാക്കി തമ്പുരാൻ നമ്മെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. ഇന്ന് കന്നിമൂല എത്ര പേർക്ക് അറിയാൻ ഇതിനകത്തിരിക്കുന്നത്? എവിടെയോ കിടക്കുന്നു, എവിടെയോ ഉറങ്ങുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കിടന്ന് ഉറങ്ങുന്ന ഭാഗം തന്നെ കന്നിമൂല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. അതൊക്കെ പണ്ട് ആരാണ്ടോ കെട്ടിപ്പൊക്കിയ ഒരു സംരംഭമാ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച് ഇതിനകത്തിരിപ്പുണ്ട്. ഇതിനകത്തെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൂജാരി ആയിരുന്ന വ്യക്തി ഇതിനകത്തിരിപ്പുണ്ട്. തന്ത്രിയായിരുന്ന വ്യക്തി ഇതിനകത്തിരിപ്പുണ്ട്. ആ കുടുംബം ഇതിനകത്തിരിപ്പുണ്ട്. യേശുവിനെ അറിഞ്ഞു വന്നപ്പോ ഹല്ലേലൂയ എന്താ സംഭവിച്ചതെന്ന് അവർക്കറിയാം. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി ആമേൻ, കർത്താവിനെ അറിയുമ്പോ കറ തീർത്തറിഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. അല്ലാതെ എങ്ങും കേട്ട് കേൾവി കൂടെ കർത്താവിനെ അറിയല്ലേ. അറിയുന്നത് പോലെ അറിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പട്ടുമെത്ത അല്ല, ഉറപ്പ്. നമുക്ക് കിട്ടുന്നതെല്ലാം മരുഭൂമിയായിരിക്കും. പക്ഷെ മരുഭൂമിയിൽ ഉറവ തരാൻ ദൈവം ശക്തനാ. ഗ്ലോറി. ശമനവരകതുനി വൈഡകരാജകൽക്കനാദി 13-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. 13-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യവും 14-ന്റെ 24. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിനും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിനും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവക്കുഞ്ഞിന് വേണ്ടി രാവും പകലും പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പലപ്പോഴും പേരുകൾ തെറ്റിപ്പോകാറുണ്ട്. ദൈവത്തിന് ഒരു പേരും തെറ്റാറില്ല. എല്ലാം തൻ്റെ പുസ്തകത്തിലുണ്ട്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ പേരും അവരുടെ ഡീറ്റെയിലും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ ജാതകവും എല്ലാം അറിയുന്നതാണ് നമ്മുടെ ദൈവം. സ്തോത്രം. കഴിഞ്ഞ ദിവസം, ഇത് റെക്കോർഡിംഗ് ആയിട്ടോ, യൂട്യൂബ് പോകേണ്ടതാ, പോട്ടെ, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ് പാസ്റ്ററിന്റെ മോക്ക് കല്യാണമായി. അങ്ങനെ തന്നെ പറയാം. ജാതകം നോക്കാൻ വേണ്ടി പോകുക. സ്തോത്രം പറ. ജാതകം നോക്കാൻ ജാതകം നോക്കാനേ പാസ്റ്റർ മോക്ക് ജാതകം ചേരുമെന്നറിയാൻ ഞാൻ പറഞ്ഞു, പൊന്നു പാസ്റ്ററെ, എത്ര വർഷമായി നിങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് ഇനിയും ജാതകം നോക്കാനാണോ നിങ്ങൾ പോകുന്നേ? ആണോ? ചേരുവോ നോക്കാനാണോ പോകുന്നേ? എനിക്കൊരു കാര്യം മനസ്സിലായി. ഏറ്റവും കൂടുതൽ പേപ്പറിൽ വരുന്ന പടങ്ങൾ നോക്കി അവരുടെ നാളുകൾ പരിശോധിക്കുന്ന ഒത്തിരി പേർ ഇവിടെ ഇരിപ്പുണ്ട്. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. 2025 11 ജാതകക്കാർക്ക് രാശിയാ. മൈക്കോച്ച് വിളിച്ചു പറഞ്ഞോ, 11 ജാതകക്കാർക്ക് രാശിയാ 2025. ഇന്ന് രാത്രി നിന്റെ രാശി ഒരു മന്ത്രവാദിയോ ഒരു കബഡി നിരത്തിയോ ഒരു ജ്യോതിഷനോ നിരത്തി വച്ചിട്ട് പറയുന്നതല്ല. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്, എന്റെ തമ്പുരാൻ നിന്റെ കുടുംബത്തെ നോക്കി പറയുന്നത് ചെറുതല്ല, അത് വലിയ സ്തോത്രം ദൂതുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകും? എന്റെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അത് അതേപോലെ സംഭവിക്കും. ശുഡവലരകതുരി. കേൾക്കണോ? ജാതകം എല്ലാവരും നോക്കി എത്ര 9 പൊരുത്തോ എന്തൊക്കെയോ പൊരുത്തോ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ 3 ആഴ്ച തികഞ്ഞില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ.
ആ പയ്യൻ വണ്ടി ആക്സിഡന്റിൽ മരിച്ചു. അവരുടെ നട്ടെല്ലും പൊട്ടി. സ്വന്തം വല്ല കാര്യമുണ്ടോ? തമ്പുരാന്റെ പ്രമാണം എടുത്തിട്ട് ഹല്ലേലൂയ മറ്റവന്റെ പിന്നാലെ പോയി കഴിഞ്ഞാലുള്ള ഗതികേട് കണ്ടോ? ഇന്ന് രാത്രി പറയട്ടെ, എന്റെ കർത്താവ് നിന്നോടും എന്നോടും മനസ്സരിഞ്ഞത് കൊണ്ടാ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി ഇവിടെ പറയുന്നത് അവർക്ക് പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അവർക്ക് വെളിച്ചം കൊടുക്കുവാൻ അഗ്നിസ്തംഭത്തിലും ദൈവം അവരുടെ കൂടെ മുൻപായി നടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിനക്കും എനിക്കും മുൻപായി നടക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവകുഞ്ഞെ, മുൻപേ നടക്കുന്ന ദൈവം, മുൻപേ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവം. വായിച്ച് 14:24. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. ഓക്കേ, ഈ 14-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പ്രഭാതയാമത്തിൽ. അപ്പോൾ ഈ പ്രഭാതയാമത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രഭാതയാമത്തിൽ നോക്ക് കേട്ടോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കേട്ടോ. അഭിഷക്തന്മാരെ, പ്രഭാതയാമത്തിൽ പ്രാർത്ഥിക്കുന്നില്ലേ? അതാണ് ആ യാമമാണ് 4-ാമത്തെ യാമം. ആ യാമത്തിൽ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കണം. 1-ാമത്തെ യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. 1-ാം യാമത്തിൽ ശത്രു, 2-ാം യാമത്തിൽ ശത്രു, 3-ാം യാമത്തിൽ ശത്രു, 4-ാമത്തെ യാമത്തിൽ ഒരുത്തൻ വരും ഇവനെ അടക്കാൻ. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ ആഴം എത്ര ശക്തിയോടെ പാഞ്ഞിറങ്ങുമെങ്കിലും ഈ രാത്രി പൊറ ശത്രു നിന്റെ പാളയത്തിൽ കയറത്തില്ല. ആമേ, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നി സ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി, ഹല്ലേലൂയ, മിസ്രയീം സൈന്യത്തെ തോൽക്കുമാറാക്കി. അതുരമനാരകൽക്കനാദി മിസ്രയീം സൈന്യത്തെ തോൽപ്പിക്കുന്ന ദൈവം 4-ാമത്തെ യാമത്തിൽ തന്റെ ജനത്തിന് വിരോധമായി പാളയമിറങ്ങിയ ജനത്തിന്റെ പ്രാർത്ഥനയിൽ മന്ന പറക്കേണ്ടവരാ. അവര് മന്ന രാവിലെ പറക്കേണ്ടവരാ. അവർ എണീക്കും മുമ്പേ മിസ്രയീമിനെ തകർത്തു കളഞ്ഞ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഓ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവർ രാവിലെ മന്ന പറക്കേണ്ടവരാ. രാവിലെ അവർക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം ശേഖരിക്കേണ്ടവരാ. അന്നന്ന് അവർ പ്രാപിക്കേണ്ടവരാ. എന്നാൽ അവരുടെ നേരെ ഒരു സൈന്യം പാളയമിറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ നേരെ പാളയമിറങ്ങിയിരിക്കുന്ന ഒരു സൈന്യമുണ്ട് കേട്ടോ. ആ സൈന്യത്തെ ഇന്ന് രാത്രി നീ തോൽക്കുമാറാക്കണം. നിന്റെ പ്രാർത്ഥനയിൽ നീ തോൽക്കുമാറാക്കുമെങ്കിൽ നിന്റെ മിനിസ്ട്രിയെ വളർത്തുന്നൊരു ദൈവമുണ്ട്. നിന്റെ ശുശ്രൂഷയെ വളർത്തുന്നൊരു ദൈവമുണ്ട്. നിന്റെ സഭയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കൃപയാൽ ഈ വായിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പറയാതിരിക്കാൻ തരമില്ല ദൈവമൈതലേ. അതിന്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആമേൻ. ദൈവം ഇന്ന് രാത്രിയിലും ചില അത്ഭുതങ്ങൾ ചെയ്യും ഇതിനകത്ത്. നിന്റെ പ്രാർത്ഥനയെ തടയുന്ന പ്രഭാത പ്രാർത്ഥന 5 മണിയാകുമ്പോൾ ഒന്ന് എണീറ്റ് പിന്നെയും 2-3 പുതപ്പിനെ കാലുകൊണ്ട് പോക്കി മുകളിലോട്ട് വലിച്ച് കയറ്റി മൂടി 7:15 പിന്നെ ഒരു എണീപ്പ്, ഒന്നുകൂടെ വലിച്ചു പൊക്കി മൂടി മുകളിലോട്ട് കയറ്റി ചെവിയുടെ മുകളിലോട്ട് കയറ്റി അങ്ങ് വായ്ക്കകത്തുകൊണ്ട് കടിച്ചു പിടിച്ച് ഒരു ചവിട്ടി ഒരു കിടപ്പുണ്ട്. എന്നെ വിളിക്കരുത് കേട്ടോ, വിളിച്ചാൽ പ്രശ്നമാവും. കാരണം വിളിക്കരുത്. എനിക്ക് പോവാ ചേട്ടാ, എത്ര മണിക്ക് വെച്ചാ പോകുന്നേ? അത് എനിക്കൊരു 8:30 അവിടെ എത്തിയാൽ മതി. ഇപ്പൊ ഇന്ന് അവിടെ പോകാൻ വലിയ ദൂരമൊന്നുമില്ല. അടുത്ത അച്ഛൻ ചോദിക്കും, നീ എത്ര മണിക്കാണ് പോകുന്നേ? എനിക്കൊരു 9:30 പോയാൽ മതി. ഇപ്പോഴൊന്നും വിളിക്കണ്ട കേട്ടോ, ഇന്നലത്തെ എല്ലാം വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ ഞാൻ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കാര്യം ചെയ്തേ, അത് ചൂടാക്കി വെച്ചേ. വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലേ പ്രശ്നം. ഫ്രിഡ്ജിലാണ് എഴുതി ഒട്ടിക്കുന്നത് എല്ലാം. ചായം പോയാൽ ചൂടാക്കി വെച്ചേ, എല്ലാം ഇന്നലത്തെ ഉണ്ട്.
എന്നെ ഒരു 8:45 വിളിച്ചാൽ മതി. ആ വാക്കിന്റെ കനം നോക്കി, 8:45. അച്ഛൻ ഒരു കാര്യം ചെയ്തേ, ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ടെ, നട്ടലിന് വേദന എന്നല്ലേ പറഞ്ഞേ. കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും കൂടെ മുറ്റം കഴിച്ച കുഴപ്പമൊന്നുമില്ല, സ്വോത്രം. പക്ഷെ എന്നും ആയിപ്പോവരുത് എന്നേ ഉള്ളൂ, സ്തോത്രം. രണ്ടുപേരും ഒരുമിച്ച് ഒരു ചൂര അറുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, കുഴപ്പമൊന്നുമില്ലെന്നേ. പ്രഭാതത്തിലെ ദൈവം തരുന്ന സമയങ്ങൾ അതൊരു ആമേൻ സ്തോത്രം അലങ്കാരമാക്കി മുമ്പിലോട്ട് പോകാൻ നമ്മൾ തയ്യാറായാൽ, ഇവിടെ കണ്ടോ, മിസ്രൈമിനെ തോൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കണം കേട്ടോ, രണ്ടുപേരും കൈകരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പണ്ട് എൻ്റെ അമ്മ, ഞാൻ കൊച്ചിയിലെ കണ്ടു വളർന്നൊരു സംഭവം, എൻ്റെ പപ്പയെ വലിയ ദൂരം കണ്ടില്ല എങ്കിലും പറയുക, രാവിലെ ഉറക്കം എണീക്കുമ്പോൾ എൻ്റെ അമ്മ നേരെ അപ്പൻ്റെ കാലിൽ പോയി തൊട്ട് തൊഴുന്ന കാണാം. വൈകിട്ടാകുമ്പോൾ ഇടിയുടെ പൂരമാണേ, അതൊന്നും പ്രശ്നമില്ല, എങ്കിലും തൊട്ട് തൊഴുത്. അന്ന് ഹിന്ദുക്കളാണ് ഞങ്ങൾ, വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന ഒരു ആരാധന ഞങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട്. ഹനുമാൻ ക്ഷേത്രം വലിയ ക്ഷേത്രമാണ്, ചുട്ട കോഴിയെ പുറപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷെ അമ്മ എത്ര ഇടി കൊണ്ടാലും രാവിലെ അദ്ദേഹത്തിന് വെള്ളം ചൂടായി കൊടുക്കും. അതിൻ്റെ പേര് മരവി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ മരവി എന്ന സാധനം? വലിയ മൺകലത്തിൽ മണ്ണിലുണ്ടാക്കിയ ഒരു ചരുവം പോലെ. ഇവിടെ ചരുവം എന്ന് പറയും, വാർപ്പെന്ന് പറയും, ഉരുളി എന്ന് പറയും, മരവി എന്ന് പറയും. അന്നത്തെ ഭാഷ, ഇവിടുത്തെ ഭാഷയൊക്കെ മരവി എന്ന. അതിന് വെള്ളം തിളപ്പിച്ച് കൊടുക്കും രാവിലെ. അത് ഗ്യാസൊന്നുമില്ലല്ലോ, എത്ര മഴയായാലും വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. ചൂട് വെള്ളം കൊടുക്കണം ഒരാൾ കുളിക്കാൻ. പക്ഷേ എണീക്ക് മുമ്പേ ഇവർ പോയി തൊട്ട് തൊഴിൽ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യണം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം. എന്നാ ഇന്നോ ഹലോ, ഞാന് അടുത്ത മാസം ലീവിന് വരിക. ഇത്രയും പെട്ടെന്നോ? അടുത്ത ചോദ്യം, എപ്പോഴാ തിരിച്ചു പോകുന്നേ? അത് 3 മാസം. 3 മാസവും നിങ്ങൾ തിന്നും കുടിക്കും. കാരണം ഈ സാധനം വന്ന ശേഷം, ഈ സാധനം ഉണ്ടായ ശേഷം, ഇതില്ലായിരുന്നപ്പോൾ കുഴപ്പമില്ല, സ്വോത്രം. ഒരാഴ്ചയാകുമ്പോൾ എങ്ങനെയും തള്ളി ഉന്തി 3 ദിവസം നല്ല ആഹാരം കൊടുക്കും. 4ന്റെ അന്ന് പുള്ളിയായിട്ട് ഞെരുക്കി പിഴിഞ്ഞ് ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും ഇവിടുന്ന് തള്ളി കയറ്റി അങ്ങ് വിടും, സ്വോത്രം. പ്രഭാത ആരാധനയ്ക്കകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആരാധനയ്ക്കൊരു പ്രശസ്തി ഇന്ന് രാത്രി കൊടുക്കണം. എങ്കിലേ മിസ്രൈമിൽ തോക്കും. മിസ്രൈമിൽ തോക്കണമെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ആരാധന കുറഞ്ഞു പോകരുത്. മടങ്ങി വരാം, സ്തോത്രം. വായിക്കാം 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. സ്തോത്രം. 4:14. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. മതി. വേറൊരു ഭാഗത്തിലേക്ക് വരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് വിളിച്ചു പറയുന്നു. വായിക്കാം. സഭാപ്രസംഗി 12:1. അവിടെ ഇങ്ങനെയാണ് വായിച്ചത്, നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസം വരികയും ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമല്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്തോത്രം ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നിന്റെ യൗവനകാലത്ത് ഇസ്രായേലിനോട് ദൈവം പറയുന്ന ദൂത, നിന്റെ യൗവനകാലത്ത് എന്ത് ചെയ്യണം? നിന്റെ സൃഷ്ടാവിനെ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. ഇപ്പൊ നിങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു ദുർദിവസത്തിൽ കൂടെയാ.
എപ്പോഴും വേണോ അറ്റാക്ക് സംഭവിക്കാം. അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ യാഗങ്ങൾ അർപ്പിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ഇത്യാദി കാര്യങ്ങൾ മോശയിൽ കൂടെ ദൈവം കൊടുക്കുമ്പോൾ ഇവർ കേട്ട ഭാവം പോലും കാണിക്കാതെ മുൻപിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ശമനപരഗതുനി വൈഡബനാരകൾ ഖനാദി. അതുക്ക് മേലെ ഏതാവത് ശത്രു ചെയ്തു കഴിഞ്ഞാലും നീ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുക്ക് മേലെ ഒന്നുമേ ചെയ്യക്കൂടാതെ, ചെയ്യവേ മുടിയാതെ, അതുക്കപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽപ്പടി ജപിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നീ ദൈവത്തിന്റെ മുമ്പിൽ ജൽപ്പോദം ചെയ്ത് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലേ, നിന്റെ യൗവന കാലത്ത് നീ സൃഷ്ടാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാനും കരയാനും നീ താല്പര്യപ്പെടുമെങ്കിൽ ഈ രാത്രി ദൈവം പറയുന്നു, ചിലതിനെ നിന്റെ മുമ്പിൽ തുടച്ചു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ഇസ്രായേൽ വരുന്ന വഴിയിലൊക്കെ ദൈവം അവർക്ക് അത്ഭുതങ്ങളെ ചെയ്തു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി കർത്താവ് ചെയ്തു. 1 തീമോഥെയോസ് ലേഖനം, 1 തീമോഥെയോസ് സ്തോത്രം 1-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്തൊരു ദൂത് പ്രൈസ് ദി ലോർഡ് ജനത്തിന് കൊടുക്കുക. ഒന്ന് വായിച്ച് 1 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആമേൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ യേശു ക്രിസ്തു, അതായത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നവിടെ പൂരിപ്പിച്ചു വയ്ക്കുകയാണ്. ഹല്ലേലൂയ. അവരെ തന്നെ ഒന്ന് വിധിക്കുകയാണ്. സ്തോത്രം. കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കകത്ത് നമ്മൾ പഠിച്ചതുപോലെ കർത്താവ് വരുന്ന സമയത്തിന് തൊട്ട് മുൻപ് സംഭവിക്കേണ്ട കാര്യാദികൾ ഓരോ ദൈവപൈതങ്ങൾക്കും ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ദൈവമക്കൾക്ക് ദൈവാത്മാവ് ചില ആലോചന പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. വളരെ പ്രാർത്ഥന വഴി ദൈവത്തിന് ചില വെളിപ്പാടുകൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. വെളിപ്പാടുകൾ ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ഈ മാസം തീരുന്നതിന് മുൻപ് നാളെ ഒരു ദിവസമുണ്ട്, 31 വെച്ച് പ്രാപിക്കേണ്ട ചില വാഴ്ത്തങ്ങളുണ്ട്. അത് പ്രാപിക്കാതെ അടുത്ത 4-ാമത്തെ മാസത്തിൽ കയറാൻ നിങ്ങൾ തയ്യാറാകരുതെന്ന് പറഞ്ഞ് ദൈവത്തോട് പറ. ദൈവമേ, നാളെ ഒരു ദിവസം ഞാൻ പ്രാപിച്ചെടുക്കേണ്ടത് ചിലത് പ്രാപിച്ചെടുക്കുമെന്ന് പറഞ്ഞ മുൻപിലോട്ട് യാത്ര ചെയ്. ഹല്ലേലൂയ. കണ്ടോ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി കമനീയമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കി. 12-ന്റെ-6 എന്താ അവിടെ വായിച്ചത്? 12-ന്റെ-6. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 12-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വേദാംശം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ സ്തോത്രം അറുക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇത് മോശയോടും അഹരോനോടും ഇസ്രായേൽ ദേശത്ത് വച്ച് അരുളി ചെയ്ത ഒരു ദൂതാണ് യഹോവയായ ദൈവം. അവർ ഇറങ്ങുന്ന മുമ്പേ അവർക്ക് ദൈവം ചിലത് കൊടുത്തു. ഇന്ന് രാത്രി ദൈവം ചിലത് തരാൻ പോയ കരങ്ങളില്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രി ഒന്നും അസാധ്യമായിട്ടില്ല കേട്ടോ. ചിലത് വൈകുന്നത്, ചിലത് വൈകി വരുന്നത് അത് വലിയൊരു നന്മയിലേക്കാ പോയി എത്തി നിൽക്കുന്നത്. സ്തോത്രം. നോക്കിയേ, 14-ാമത്തെ ദിവസം, പ്രൈസ് ദി ലോർഡ്, 14-ാമത്തെ തീയതിയിൽ
14 ദിവസത്തിനകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറിച്ചു വെച്ചോ. ആമേൻ. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 14-ാം തീയതിക്കകത്ത് ഒരു വലിയ ദൈവപ്രവർത്തന കുടുംബത്തിൽ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് മാത്രവുമല്ല, ഊനമില്ലാത്ത സ്തോത്രം അർപ്പിപ്പാൻ ദൈവജനം തയ്യാറായാൽ, ഊനമില്ലാത്ത പ്രാർത്ഥന കൊടുക്കാൻ ദൈവജനം തയ്യാറായാൽ, ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ യാഗവസ്തുവായി അറുത്ത് ആമേൻ ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തപ്പോൾ ഒരു ഡേറ്റ് കുറിച്ചു കൊടുത്തു ദൈവം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് ദൈവം അവിടെ പറയാനിടയായി. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം ഇതിലെ നിനക്ക് വേണ്ടി വരുന്ന ചില ദിവസത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ശബനവരകതുനി വൈഡമാനാരകൾ കനാദി. ആമേൻ. പ്രാർത്ഥിച്ചോ. ഈ 14 ദിവസത്തിനകത്ത് വെച്ച് ദൈവം ചില കുടുംബത്തിനകത്ത് ചില വഴികൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ദിനേശ് ബ്രദറെ കുടുംബമായി പ്രാർത്ഥിച്ചോ. വരുന്ന 14 ദിവസത്തിനകത്ത് ആമേൻ ദൈവം ചില അത്ഭുതങ്ങൾ കുടുംബത്തിനകത്ത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ലിൻഡാലിറ്റി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവിനോടും മാതാവിനോടും പറ, 14 ദിവസത്തിനകത്ത് ദൈവം വലിയ അത്ഭുതം നിങ്ങളുടെ ദേശത്ത് ചെയ്യാൻ പോകുക ദൈവം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് വരുന്ന 14 ദിവസത്തിനകത്ത് വെച്ച് ദൈവം ചില അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാൻ കഴിയുമോ? എന്ന് രാത്രി ദൈവം പറയുന്നു. അത് അതേപോലെ സംഭവിക്കാൻ പോകുക. ഈ കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ ആമേൻ ദുഷ്കരമേറിയതാണ്, ആമേൻ പ്രയാസം നിറഞ്ഞതാണ്, ആമേൻ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷേ ദൈവം ഒരു ഡേറ്റ് ഇട്ട് പറയുക, 14 ദിവസത്തിനകത്ത് വെച്ച് ദൈവം കുടുംബങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. പ്രാർത്ഥിച്ചോ. ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്തോ. ഹല്ലേലൂയ. ദൈവതരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോ. ദൈവം അത്ഭുതം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ കർത്താവ് അങ്ങനെ പറഞ്ഞത് മോശയോട്? മോശെ, അഹരോനെ രണ്ടുപേരും കൂടി ചെയ്യണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ യാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ യാഗം മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട യാഗമാണെങ്കിലും ഞാൻ അതിൽ പ്രവർത്തിക്കുന്നേ. ഉടബൽക്കമന ചൂടമരാജകൽക്കനാദി. ആമേ സ്തോത്രം. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട യാഗമാണെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവമാണ് കേട്ടോ. ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി ആമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ആമേ തരുമെന്ന് പറഞ്ഞാൽ എത്ര സ്തോത്രം ചെയ്യാൻ ദൈവത്തിന് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഓമന സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ നാളുകളിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും മുഴങ്കാൽപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന വിഷയത്തിന് നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു പറയും, ഞാൻ നിന്നെ പാറ്റും. ആമേൻ. അവൻ ഓരോ നിമിഷം കഴിയുന്നവർ പറയും, ഞാൻ നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഇല്ല, അവനൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. പ്രാർത്ഥിച്ചോ. ദൈവത്തിന് നിന്നിൽ കൂടെ ഒരു വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇന്ന് രാത്രി ഉണ്ട്. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി അടുത്ത് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്കിലേക്ക് നമ്മൾ വരുമ്പോൾ, ഉത്തമഗീതം 5 അതിന്റെ 16-ലേക്കും നമ്മൾ വരുമ്പോൾ, അവിടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം നിയമിക്കപ്പെട്ട ഈ മന്ന എന്ന് പറയുന്ന ഈ കൊത്തമ്പാലരി പോലെ ഇരിക്കുന്ന പ്രഭാതയാമങ്ങളിൽ ഇത് പറക്കിക്കൊള്ളാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന അതിന്റെ നിഴലും അതിന്റെ പൊരുളും ദൈവം തന്നെ ആമേൻ തന്റെ ജനത്തിന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ തലത്തിൽ കൂടെ ദൈവം കൊടുക്കുക. വായിച്ച 4:22. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. എല്ലാവരും അവനെ പുകഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കെല്ലാം മധുരമേറിയ വാക്കുകളാണ്. ആമേൻ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അതങ്ങനെ സംഭവിക്കണം. എല്ലാവരും അവനെ പുകഴ്ത്തി മുകളിൽ കൊണ്ട് വന്നിട്ട് പറയുക, ഇവൻ ആരാ? ലാസ്റ്റ് പറഞ്ഞത് തച്ചന്റെ മോൻ. കണ്ടോ, അപ്പന്റെ പേര് കൊണ്ടുവന്നാണ്ടോ? അതിന്റെ അർത്ഥം ഇവൻ എന്ത് പറയാൻ യോഗ്യതയെന്ന. സ്തോത്രം. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ മാനിക്കാൻ പോകുക യേശുവിനെ.
യോഗ്യതയില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് സെബിനെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. 2025-26 കാമേൻ വർഷത്തിനകത്ത് 25 തീരും മുൻപേ നീ പ്രാർത്ഥിച്ച ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ പ്രാർത്ഥിക്ക്. നീ മനുഷ്യന്റെ മുഖത്തല്ല നോക്കേണ്ടത്, സ്വർഗത്തിലേക്ക് നോക്കി നീ പ്രാർത്ഥിച്ച് മുൻപിലോട്ട് പോകാൻ താല്പര്യപ്പെടുമെങ്കിൽ ദൈവം പറയുന്നു, വരുന്ന 12 ആഴ്ച, ആമേൻ സ്തോത്രം, രാത്രി അർദ്ധരാത്രിയിൽ അരമണിക്കൂറെങ്കിലും നീ പ്രാർത്ഥിച്ച് 12 ആഴ്ച നീ പ്രാർത്ഥിക്കുമെങ്കിൽ 12ാമത്തെ ആഴ്ച കഴിയും മുൻപേ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ചില കുടുംബത്തിൽ ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ആ വാക്കിന്റെ പ്രോമിസിനകത്ത് നമ്മൾ കയറി വരുമെങ്കിൽ ദൈവം നമുക്ക് ഇന്ന് രാത്രി എത്ര ചെറിയ സാധനമെന്ന് മനുഷ്യൻ വിധി എഴുതിയാലും അതിനകത്തൊരു ടേസ്റ്റിനെ പുറപ്പെടുവിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം ഇതിലെ ഹല്ലേലൂയ. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഉരുവായി എന്നുള്ള കാര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദൈവമേ, 18ാമത്തെ വാക്യവും 19ാമത്തെ വാക്യവും 20ാമത്തെ വാക്യവും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ അത് ശക്തമായി വെളിപ്പെടുകയാ. എടുത്തെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാവ കൊണ്ടും അവൾക്ക് രോഗ അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പിടിക്കാൻ യോസേപ്പിന് സ്വപ്നത്തെ കൊടുത്ത് യോസേപ്പിന് ഉറക്കത്തെ കളഞ്ഞ ഒരു ദൈവം ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഒരു നന്മ മുമ്പിൽ വരുമ്പോ ആമേൻ കലഹപ്രിയനായ പിശാച് കുടുംബത്തിനകത്ത് കയറി വരും. അവൻ വ്യക്തികളെ തമ്മിൽ വേർപിരിക്കും, 2-3 ഗ്രൂപ്പാക്കും. ആ ഗ്രൂപ്പിനകത്ത് ശത്രുവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കും. പക്ഷെ ഇന്ന് രാത്രി പ്രാരംഭത്തിൽ പറഞ്ഞ ദൂത് ശ്രദ്ധിക്കണം. നിന്റെ ഓരോ സ്വപ്നങ്ങളും ഉറക്കത്തെ കെടുത്തുന്നതായിരിക്കണം. ഉറക്കത്തിന് സമയം കൊടുക്കാതെ സ്വപ്നത്തിന് പ്രതീക്ഷ വെച്ച് രാവും പകലും അതിനുവേണ്ടി മുമ്പിലോട്ട് കുതിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, ലിൻഡയോട് ദൈവാത്മാവിന്ന് രാത്രി പറയുന്നു, നിനക്കുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രാത്രികൾ ആമേൻ നിന്റെ ഉറക്കത്തിൽ കുറച്ച് നീ മാറ്റിവച്ചിട്ട് ദൈവത്തിന് കൊടുക്കാൻ നീ താല്പര്യപ്പെട്ടാൽ ഈ നാളുകളിൽ ദൈവം പറയുന്നു, നിന്നെ ഞാൻ ഒരു ആമേൻ സ്തോത്രം പൈൻപല്ല് പോലെ മുൻപിലോട്ട് കൊണ്ടുവരുന്ന ഒരു സമയം വിദൂരമല്ല കേട്ടോ. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടി പോലെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ പ്രൈസ് ദി ലോർഡ് കരഞ്ഞും വിലപിച്ചും ആമേൻ മാറി നിന്നും ആമേൻ കണ്ണീര് തുടച്ച് ഞാൻ കരയുന്നത് ആരും കാണാൻ പാടില്ല, അറിയാൻ പാടില്ല, ഒരു വ്യക്തി പോലും അത് കേൾക്കരുത് എന്ന് തന്നെ ചിന്തിച്ച് പലപ്പോഴും മുൻപിലോട്ട് കടന്നു പോകുമ്പോൾ സ്വർഗം പറയുന്നു, ഇല്ല, ഞാൻ മലകളെയും പർവ്വതങ്ങളെയും മെതിച്ചു നുറുക്കത്തക്ക തലത്തിൽ ഞാനൊരു മെതിവണ്ടി പോലെ നിന്നെ ഉപയോഗിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയല്ലിൻ്റെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായി ഇടപെടുകയാ. ശമനപരകതുനി വൈഡകരാജകൾ ഖനാദി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രിയിൽ ആമേൻ അഭിഷേകം പ്രാപിച്ച ദൈവജനം ആമേൻ സ്തോത്രം ഇന്ന് രാത്രി വിളിച്ചു പറ, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന
എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം കൊടുക്കുന്ന എല്ലാം ഗിഫ്റ്റ് ആണല്ലോ. എല്ലാം ദൈവം കൊടുക്കുന്ന എല്ലാം ഗിഫ്റ്റ് ആണല്ലോ. വേറെ ആരും കൊടുക്കാത്ത ദൈവം കൊടുക്കുന്നത്. ആമേൻ. വേറെ ആരെങ്കിലും കൊടുത്തതുപോലെ ദൈവം ചെയ്തെങ്കിൽ എന്താ എന്നൊരു വ്യത്യാസം അല്ലേ? ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ആമേൻ സർപ്രൈസ് ആയിരിക്കും. അത് ആരും ചെയ്യാത്തതായിരിക്കും ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ ആ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. അഭിഷേകം